അപ്പം വെൽക്കം ടു നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് എക്കോസ് ഓഫ് ഹർ വിത്ത് റെൻ ആൻഡ് ഗോ. നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി. വളരെ വലിയ പോയിന്റ് രഞ്ജു. എന്താണല്ലേ ബിഗ് ബോസ് പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് റെനീഷ സംസാരിക്കുമ്പം മുഴുവൻ ഇങ്ങനെ പെട്ടെന്ന് ശ്വാസം എടുക്കുന്നൊക്കെ എന്തൊരു ഡിസ്റ്റർബൻസാ. സത്യം, ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇതിന്റെ ഡയറക്ടർ ഇത് കാണുന്നില്ലേ, ഒന്ന് ഗൈഡ് ചെയ്തുകൂടെ ആ കുട്ടീനെ? അത് കേൾക്കാൻ രസമില്ല. ഇത് റിനീഷ ആസ് എ കണ്ടസ്റ്റന്റ് നന്നായി ആക്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ആ കുട്ടി കൊണ്ടുപോയി കോമാളി വേഷം കെട്ടിച്ച് വെച്ചിരിക്കുക. അതും ഞാൻ ഓർത്ത് ശരി ആദ്യത്തെ ഒരു എപ്പിസോഡിന്റെ പ്രശ്നമായിരിക്കും, രണ്ടാമത്തത് വരുമ്പത്തേക്കിനെങ്കിലും ഒന്ന് ശരിയാവുമെന്ന്. ഇല്ല, ഇത് അവര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് തോന്നുന്നു, എല്ലാത്തിലും ഇത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും കണ്ടസ്റ്റൻസും എല്ലാം അടുത്തിരിക്കുന്നു, ഇത്രയും ഒച്ച വെച്ച് ബഹളം വെച്ച് ഇങ്ങനെ ശ്വാസത്തിന് വേണ്ടി ഒരു കഷ്ടപ്പാടും അത് ബാക്കി ഓഡിയൻസിന് ഒരു വലിയ ഡിസ്റ്റർബൻസും ആവേണ്ടിയ ഒരു കാര്യമില്ല. അതവർ കാണിക്കുന്നത് എനർജി, ഹൈ എനർജി കാണിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ബ്രീത് ചെയ്ത എനർജി കൂടുന്നായിരിക്കും വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ ഡിസപ്പോയിൻമെന്റ് ആയാലും. ഒന്ന്, റിനീഷ ആസ് എൻ ആങ്കർ ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസിന്റെ മ്യൂസിക്. ബിഗ് ബോസിന്റെ ഞാൻ പറയില്ല, എനിക്ക് സീസൺ 7 വരെയുള്ള അവരുടെ എൻട്രി മ്യൂസിക് ഇഷ്ടമായിരുന്നു. അഗ്നി പരീക്ഷന്റെ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അതിന്റെ ബാക്കിൽ ഒരു ബീറ്റ് ഉണ്ട്. ആ ബീറ്റ് വരുമ്പോ അവർക്ക് ഒരു താളത്തിന് ഡാൻസ് പോലും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഹാർഡ് ടു ക്യാച്ച് അപ്പ് ടു ദ ബീറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടി നല്ലതൊക്കെ ആക്കായിരുന്നു. നമ്മുടെ കേരളത്തിലാണോ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന് ക്ഷാമം? അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇങ്ങനെങ്കിലും റിനീഷ കളിച്ച എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. ഇത്ര പോലും കളിക്കുന്നില്ല, അവൾ എന്തോ പാവം കാണിച്ചോണ്ടിരിക്കുന്നു. റിനീഷ നോക്കി പഠിച്ചോട്ടോ. അതെ, രഞ്ജുന്റെ സ്റ്റെപ്സ്. പിന്നെ ആദ്യമില്ലേ ആ 40 കണ്ടസ്റ്റൻസിന്റെ ആദ്യത്തെ റൗണ്ട് ഗെയിം ആ ഗെയിമിൽ നീ ഒരു വലിയ ഫ്ലോ കണ്ടുപിടിച്ചോ? എന്താന്നറിയോ, പലവർക്കും പല പല ഹൈറ്റാ. ആ ഇത് എന്താ പറയാ, കീസ് എല്ലാം തൂക്കിയിട്ടിരിക്കുന്ന എന്തൊരു ഹൈറ്റില്ല. ഞാൻ ശരിക്കും അതിൽ നോക്കുമ്പം ഹൈറ്റ് കുറഞ്ഞ കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട്. അവര് ശരിക്കും ചാടി 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 ആ കീ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അത് കിട്ടിയിട്ട് ഓടി ലോക്കിന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കിന് ഓൾറെഡി ഹൈറ്റ് ഉള്ളവരൊക്കെ പിടിച്ചിട്ട് പോയിട്ടുണ്ടാവും. മനസ്സിലായോ? എന്നിട്ട് ഒരു സ്ഥലത്ത് അഖിൽമാരാര് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാ അത്ര ഓടിയത്, നിങ്ങൾക്ക് പതുക്കെ പോയ. പക്ഷെ നീ പറഞ്ഞ പോയിന്റ് കറക്റ്റാ. കാരണം ഫസ്റ്റ് ചാട്ടത്തിന് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. കിട്ടുന്നില്ലാടാ, നല്ല ഹൈറ്റിലല്ലേ. അതിന്റെ ഇടയിൽ ഒരു കുട്ടി നല്ല ഹൈറ്റുള്ളുണ്ട്, സുഖമായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലെ പറിച്ചെടുക്കാം. അത് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കേണ്ട പുതിയ പോയിന്റ്. അതെ അതെ അതെ. പക്ഷെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അല്ലേ പാർട്ടിസിപ്പൻസ്, നല്ല കണ്ടസ്റ്റൻസ്. അതെ അതെ അതെ. എന്നിട്ട് മറ്റേ അതിന്റെ ഇടയ്ക്ക് ഒരു ഡ്രാമ കണ്ടില്ലേ, 20th സ്ലോട്ടിലേക്ക് ആള് കയറിയ ഡ്രാമ കണ്ടു? കണ്ടു. പൂജയുടെ അത് ആ കുട്ടിക്ക് പോയി തുറക്കാൻ പറ്റിയില്ല. പക്ഷെ അത് എൻ്റെ ഒരു ഒപ്പീനിയൻ രണ്ടും ഉണ്ടെങ്കിൽ ആ കുട്ടീനെ എന്തിന് കയറ്റി, ആ കുട്ടീനെ എന്തിന് സമ്മതിച്ചു എന്ന്. നിനക്ക് എന്ത് തോന്നുന്നു? ആ കുട്ടീനെ കയറ്റാൻ പാടുമായിരുന്നോ പാടില്ലായിരുന്നു? കയറ്റണം. കറക്റ്റ്. എനിക്കും പേഴ്സണലി അത് തന്നെയാണ് ഒപ്പീനിയൻ. കാരണം ആ 20th സ്ലോട്ടിലേക്ക് വേറൊരാൾ വെയിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് രണ്ടും കിട്ടുകയും ചെയ്തു. അതെ, എന്ത് കിട്ടി? ക്ലൂവും കിട്ടിയിട്ടുണ്ട്, അതിന്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. ഓൺലി തിങ് ആ കുട്ടീന്റെ പാവം കീ ജാമായി പോയ ഒരൊറ്റ കുറ്റിയുണ്ട്. അതിപ്പോ ഞാൻ നിന്നെ എന്തിനോ ഹെൽപ്പ് ചെയ്യുന്ന മാതിരിയാണ്. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങിതാ ഞാൻ ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ കയറാൻ ശ്രമിച്ചാ എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചില ബിഗ് ബോസിന്റെ സീസണിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവസാനം ഈ ഒരാൾ തട്ടിപ്പറിച്ചിട്ടൊക്കെ വന്നുമ്പം ഫൈനലി റിസൾട്ട് പറയുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ ക്രൈറ്റീരിയ ഇതായിരുന്നു, ഹൂ എവർ ഓപ്പൺസ് ദ ലോക്ക് ഇസ് ദ വിന്നർ. നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുകൊടുത്തു എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ആ ആൺകുട്ടിയും പൂജ്യം രണ്ടാളും ഇത് കണ്ടിട്ട് വന്നവരാ. അപ്പൊ രണ്ടാളും വിചാരിച്ചിട്ട്, പക്ഷെ ഒരു ക്ലൂ കാർഡ് പുള്ളിക്കാരുടെ ആയിരുന്നേ, അത് കൊടുത്തിട്ടില്ല, കീ മാത്രമേ കൊടുത്തുള്ളൂ. അത് വളരെ ബുദ്ധി കാണിച്ചു പൂജ. അല്ലെങ്കിൽ ആ കുട്ടീന്റെ സ്ലോട്ട് പോയാലും പോയിട്ടുണ്ടാവുമായിരുന്നു. സത്യം, അത് എങ്ങനെയോ ലക്കില് കേറിയല്ലേ. സ്മാർട്ടാണ്. പക്ഷെ നിനക്ക് ഒരു കാര്യം നോക്കിയോ, ഈ ആദ്യം ഉള്ളിൽ 20 പേര് കയറിയത് നെക്കാളും കുറച്ചും കൂടെ എനർജറ്റിക് രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇതില് അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരുത്തിയ ആൾക്കാർക്കാണ് കുറച്ചും കൂടെ എനർജി ഉണ്ടായിരുന്നത്. അതിന്റെ ബാക്കിൽ ഒരു സൈക്കോളജി ഉണ്ട്. എന്താണെന്നറിയോ, എപ്പോഴും നമ്മൾ ഒരു കുഴിയിൽ വീഴുമ്പോഴേ എണീക്കാനുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ. എപ്പോഴും കുഴി വീഴാണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഓ എല്ലാം ഈസിയാന്ന് പറഞ്ഞിട്ട് ഒരേ എനർജിയിൽ പോകും അല്ലേ. അതെ, മാത്രമല്ല ഫസ്റ്റ് 20 ആൾക്കാർ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നറിയോ,
ഇത് കഴിഞ്ഞാൽ മറ്റേ 20നെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തു, ഇനി ഞങ്ങൾ 20 ആണ് ഈ ഗെയിമിലേക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മറ്റവരും ചാൻസ് പോയി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കിട്ടിയ ചാൻസ്, ആ സെക്കൻഡ് ചാൻസ് ആൾക്കാർ എപ്പോഴും ഗ്രാബ് ചെയ്യും. അതെ, അതിന്റെ ആ എനർജി അവർക്ക് കാണാനും ഉണ്ടായിരുന്നു. ആക്ച്വലി ആ 20 കൂടെ വന്നപ്പോഴാണ് അഗ്നിപരീക്ഷ കുറച്ചും കൂടെ ഒന്ന് കളർഫുൾ ആയത് അല്ലേ. പിന്നെ ഗെയിംസ് അവരെന്തൊക്കെ പ്രോപ്പ് കൊണ്ടുവന്ന് കളിപ്പിച്ചു. ആക്ച്വലി വളരെ സ്മാർട്ട്ലി പ്ലാൻഡ് ഗെയിംസ് ആയി തോന്നിയത് എനിക്ക്. വളരെ നന്ന്. പല പല എബിലിറ്റിയാണ് ആൾക്കാരുടെ ചെക്ക് ചെയ്യുന്നത്. സ്മാർട്ട്നെസ്സിന് മാത്രം പോരല്ലോ, എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, പിന്നെ ബോഡി എത്ര ഫാസ്റ്റായി മൂവ് ചെയ്യുന്നത്, എല്ലാം മെഷർ ചെയ്യാനുള്ള ഗെയിംസ് ആണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയതില്ലേ, ആ ഗെയിംസിൽ എല്ലാ ഗെയിംസിലും കൂടെ എനിക്ക് ഒരെണ്ണം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. എന്താണെന്നറിയാം, ആദ്യം ആ ലെങ്ത്തിൽ ഒരു സാധനം വെച്ച് അതിന്റെ മുകളിൽ ബ്ലോക്സ് വെച്ചിട്ട് ബാലൻസ് ചെയ്യുക. ആ കോല ആദ്യം വെക്കാൻ പറയുന്നത് അത് ശരിക്കും കുറച്ചും കൂടെ ടഫായിരുന്നു അല്ലേ. ചെയ്തു കേട്ടോ, എല്ലാവർക്കും ഓൾമോസ്റ്റ് പറ്റി. ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല, ലോങ് അറിഞ്ഞുള്ളൂ, പക്ഷെ ചെയ്തു. പിന്നെ ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇപ്പം ഇവർ 3 ആളും ഇരുന്നു, രഞ്ജിനി ഇരുന്നു, നമ്മളെ റിയാസും ഇരുന്നു, അഖിൽ മാരാറും ഇരുന്നു. ഈ 3 ജഡ്ജസും ഇരിക്കുമ്പം ഇവർ നമ്മളെ പോലെ പാർട്ടിസിപ്പൻസിനെ കാണുന്നുള്ളൂ വെച്ചാൽ, അതായത് വേറെ പരിചയമൊന്നുമില്ല വെച്ചാൽ, എന്തായിരിക്കും ഫസ്റ്റ് തിങ് അട്രാക്റ്റ് ആവാൻ ഒരു കണ്ടസ്റ്റന്റ്? ഇയാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ എന്തായിരിക്കും പോയിന്റ്? എനിക്ക് തോന്നുന്നു എനർജി ആയിരിക്കും കേട്ടോ. എങ്ങനെയൊക്കെ കുതന്ത്രത്തിൽ കൂടെയും അല്ലെങ്കിൽ സ്മാർട്ട്നെസ്, യുനോ സോ കോൾഡ് സ്മാർട്ട്നെസ്സിലൂടെ ഇത് വിൻ ചെയ്യും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഓർക്കൂട്ടോ, ഈ നമ്മളൊക്കെ ഇല്ലേ ഈ HR ഒക്കെ ആയിരിക്കുമ്പോൾ ടീം വർക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ടായിരിക്കും ഇവിടെ ആർക്കും ഞാനൊരു വലിയ സപ്പോർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടും ഒന്നും കണ്ടില്ല കേട്ടോ. ഒരു കുട്ടിയുടെ ആ ബ്ലോക്ക് വെച്ചപ്പം ആ നമ്മുടെ മൂത്താശാരിയുടെ രാകേഷിന്റെ അങ്ങോട്ട് വീണത് കൊണ്ട് പൂജ കടന്ന് ഭയങ്കര പ്രശ്നം. അത് അയാൾ അറിഞ്ഞുകൊണ്ടിട്ടതല്ലേ. ചോദിക്കും ചെയ്തു, അയാൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടവർ അയാൾ വേണമെങ്കിൽ പുഷ് ചെയ്യോ. അതെ, അപ്പം അതൊക്കെ എനിക്ക് എന്തോ ഒരു ടീം വർക്ക് ഒക്കെ ആദ്യം തന്നെ ഇവരിൽ ഒട്ടും ഇല്ലാത്ത മാതിരി തോന്നി. പക്ഷെ ഇവരിപ്പോ ടീം അല്ലല്ലോ, എല്ലാരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ സ്നേഹമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറെ ബ്ലെയിമിങ് തോന്നിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നി. പക്ഷെ അത് കണ്ടെത്തി പിടിക്കണോണ്ട് കേട്ടോ നമ്മുടെ ആൾക്കാര്. പക്ഷെ നോക്കിയോ, എന്തുവാ എന്റെ അമ്മോ, ഇങ്ങനെ കൊലപാതകം ചെയ്യുന്ന പോലെ പറ്റില്ല. ഇവരൊക്കെ എങ്ങനെയാണോ കളിച്ചിട്ട് വന്നത്, അതൊക്കെ ഓർമ്മയുണ്ടോ? അത് ശരിയാ. അതെനിക്ക് ഏറ്റവും തമാശ. അഖിൽ മാരാറൊക്കെ ചില സമയത്ത് ഫെയർ ഗെയിമിന് വേണ്ടിയിട്ട് ആൾക്കാരെ, എനിക്ക് ഓർമ്മയുണ്ടോ, ജെട്ടിയും എന്താണ് ആൺകുട്ടിന്റെ പേര്, താഷി, അവർ രണ്ടാളും കൂടി ലാസ്റ്റ് ഫൈനൽ 2 വിന്നറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കളിക്കുമ്പം ജെട്ടി പറഞ്ഞ കുട്ടി നല്ല തുള്ളി കളിച്ചെങ്കിലും ആ കുട്ടി കോല് നിലത്ത് കുത്താതെയാണ് ശരി അൺഫെയർ ആയിട്ട് വിൻ ചെയ്തതാ. പക്ഷെ അതിനു വേണ്ടി അഖിൽമാരാട് സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു സ്നേഹം കൂടി. കാരണം അഖിൽമാരുള്ള സീസണില് ബിഗ് ബോസിൽ മൂപ്പര് കാണിച്ചു കൂട്ടിയത് അതാ പറഞ്ഞ, ബിഗ് ബോസിൽ കളിച്ചോണ്ടിരുന്നപ്പോ വേറെ ഒരു ഇതും ജഡ്ജസ് ആയിട്ട് ഇരിക്കുമ്പോ നേരെ വേറെ വിപരീതമായിട്ടുള്ളൊരു സ്വഭാവമൊക്കെ കണ്ടുവരുന്നുണ്ട് ജഡ്ജസിലും. ഇനിയിപ്പോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചോ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ആൾക്കാർ ആരാണ്? ലൊലീറ്റ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കുട്ടി. 19 ഇയേഴ്സ് അവർ പറയുന്ന പോലെ ഒരു ജെൻസി വൈബും ആ ഹോൾ ടീമിനെ വെച്ച് കളിച്ച ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെച്യൂരിറ്റി ഉണ്ട്. 19 ആണെങ്കിലും കുട്ടിക്ക് അത്യാവശ്യം എന്താ പറയാ, ഗ്രൗണ്ടഡ് ആണ്. അതെ അതെ അതെ, എനിക്ക് ലൊലീറ്റനെ ഇഷ്ടപ്പെട്ടു. പിന്നെ രാകേഷിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ മൂന്നാമത്തെ നീ പറ നോക്കട്ടെ. എനിക്ക് എൽദോനെ ശ്രദ്ധിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പൊ നോക്കുക വെച്ചാൽ നമ്മളും പെട്ടെന്ന്. പിന്നെ പേര് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ജെട്ടി പി തോമസ് എന്തോ അല്ലെ. ആ പേരിന് ഒരു പ്രത്യേകത അല്ല, എനിക്ക് തോന്നുന്നു പേരിന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു വന്നതാ. ഒന്നുമില്ലെങ്കിലും ആൾക്കാരുടെ പേര് കേൾക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കുക. ഇവരൊക്കെ വന്ന കൂട്ടത്തിൽ എനിക്ക് 3 പേരാണ് ശരിക്കും ഓർമ്മിച്ചത്. ഒന്ന് ലൊലീറ്റ, ഭംഗി കൊണ്ടും സ്വഭാവം കൊണ്ടും ഒന്നുമല്ല, വെറും പേര്. പിന്നെ ജെട്ടി, പിന്നെ ഒന്ന് താഷി. ഈ 3 പേരും എനിക്ക് കുറച്ച് പ്രത്യേകത തോന്നി. അപ്പൊ ഞാൻ ശരിക്കും പേരിനും നമുക്ക് ഒരു റൂം തരും ചില ആൾക്കാരുടെ മനസ്സിൽ. അതെ, നമ്മൾ മറക്കത്തില്ല. പിന്നെ 2 പൂജകളും 2 എക്സ്പീരിയൻസ്, 2 പൂജകളിൽ നിന്നും 2 എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് അവരെ മറക്കില്ല. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇനി നമ്മൾക്കും ആങ്ഷ്യസ്ലി വെയിറ്റിംഗ്, ഇന്ന് ആര് എലിമിനേറ്റ് ആവും, ഫസ്റ്റ് എലിമിനേഷൻ എങ്ങനെ നടക്കും, ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കും എന്നൊക്കെ കണ്ട് കാത്തിരിക്കാം. അതെ.